എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിലൊരാഗ്രഹം ഓർത്ത് ഈ വീഡിയോ കാണും, ഉടൻ അത് നടന്നിരിക്കും തീർച്ചയാണ്. നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് എനർജിയുടെ ഒരു കളിയാണ് സത്യത്തിലെല്ലാം. നമ്മുടെ മനസ്സിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം തകരും. നിങ്ങളെത്ര ശക്തനോ ശക്തയോ ആണെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള പോസിറ്റീവ് എനർജി തകർന്നു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് ഉപദ്രവിക്കുന്നവരും നിങ്ങളെ തടയുന്നവരായിട്ടുള്ള ഒരുപാട് പേര് നിങ്ങളുടെ ജീവിതത്തിൽ കാണും. അവരെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ദിവസം പോവും, നിങ്ങളുടെ മൂഡ് പോവും, നിങ്ങളുടെ സമാധാനം പോവും. പക്ഷേ യഥാർത്ഥത്തിൽ പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്ന ശക്തി തകരാതിരുന്നാൽ ലോകത്തെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്, നിങ്ങളുടെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പോസിറ്റീവ് എനർജിയുടെ കരുത്തിൽ, ശക്തിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾ ഒരു അന്യായവും ചെയ്യുന്നില്ല, നിങ്ങളൊരു അന്യായത്തിന് കൂട്ടു നിൽക്കുന്നില്ല, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങളെ തകർക്കാനോ നിങ്ങളെ ഇല്ലാതാക്കാനോ ഒരാൾക്കും സാധിക്കില്ല. നമ്മുടെ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിരിക്കും. ഇതിപ്പോൾ നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ കാണുക. ഒന്നാമത്തെ ഫയല് സ്വീകരിച്ച ആളുകൾ 2 പേർ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ളൊരു ചിത്രം. ഈ ഫയല് സ്വീകരിച്ച ആളുകളുടെ റീഡിംഗാണ് ആദ്യം പറയുന്നത്. നമ്മുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്, നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അത് സാധിക്കുമോ എന്നാണ് നിങ്ങൾ തേടുന്നത്. നിങ്ങൾക്കൊപ്പം ഒരാളുണ്ട്, നിങ്ങളെ ജീവിതത്തിൽ സ്നേഹിച്ച് സഹായിച്ച്, നിങ്ങൾ ജീവിതത്തിൽ ആ വ്യക്തിയെ സ്നേഹിച്ച് സഹായിച്ച് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ആ പോസിറ്റീവ് എനർജിയെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായി നിങ്ങൾ ആ വ്യക്തിയെ കണ്ടിരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും എന്നും ആ വ്യക്തി ഒരുമിച്ചുണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തി ഔദ്യോഗികമായി നേർമാർഗത്തിൽ നിങ്ങൾക്കുള്ളൊരു ബന്ധമാണ്. അത് നിങ്ങൾ അന്യായമായി നേടിയതോ തട്ടിച്ചെടുത്തതോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് നേടിയതോ ഒന്നുമല്ല. നേർവാതിലൂടെ നിങ്ങൾ നേടിയൊരു ബന്ധം. ആ ബന്ധം പുറത്തു പറഞ്ഞാൽ നിങ്ങൾക്കൊരു നഷ്ടവുമില്ല, നാണക്കേടുമില്ല. കാരണം അത് നേർവഴിയിലുള്ളൊരു ബന്ധമാണ്. അങ്ങനെ ഒരു ബന്ധം നിങ്ങൾക്കുണ്ട്. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ സ്വഭാവത്തിലും ജീവിത കാര്യങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. നിങ്ങൾ ദൃഢമാണെങ്കിൽ ആ വ്യക്തി ശാന്തതയുള്ള ആളാണ്. നിങ്ങൾ ഗൗരവമാണെങ്കിൽ, നിങ്ങൾ ശാന്തമുള്ളതാണെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ ദൃഢമായതായിരിക്കും. അതായത് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുണ്ട്. എങ്കിലും മനസ്സ് ഒന്നാണ്, ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തി എപ്പോഴും കൂടെ ഉണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഔദ്യോഗികമായ നേർരേഖയിലുള്ള ഒരു ജീവിത ബന്ധമാണ് ആ വ്യക്തിയായിട്ട് നിങ്ങളായിട്ടുള്ളത്. ഒരേ രീതിയിൽ, ഒരേ ഇടത്ത്, ഒരേ സ്ഥലത്ത് ജീവിക്കുന്നു, ഒരേ മനസ്സുമായി ജീവിക്കുന്നു. ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലുണ്ട് എങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ആ വ്യക്തിക്കൊപ്പം നിന്നുകൊണ്ട് ചിലത് നേടണമെന്ന്. ആ വ്യക്തി കൂടെ ഉണ്ടായിട്ട് ചിലത് നേടണമെന്ന്. ആ വ്യക്തി കൂടെ ഉണ്ടായി ഒപ്പം നിന്ന് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം തീർച്ചയായിട്ടും സാധിക്കും. ഒപ്പം നിൽക്കാൻ ആ വ്യക്തി കൂടെയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട. എപ്പോഴും ഒപ്പമുണ്ട്. പല കാര്യങ്ങൾ ആ വ്യക്തിയും നിങ്ങൾ തമ്മിൽ മറച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്ത് പറയുന്നില്ല. അത് നന്മയ്ക്ക് വേണ്ടിയാണ്, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയാണ്. വ്യത്യസ്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും നിങ്ങൾ തമ്മിലുണ്ട്. പക്ഷെ ചിലതൊക്കെ നിങ്ങൾ മറച്ച് വെക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആ പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും നടക്കും. പോസിറ്റീവ് തരംഗത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ടും നിങ്ങൾക്കും ആ വ്യക്തിക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും, ഏത് പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരു മുക്തി ലഭിക്കുകയും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉടൻ നടക്കും. പോസിറ്റീവ് എനർജി അതിൽ പ്രതിജ്ഞാബദ്ധമാണ്. ആ വ്യക്തിക്കൊപ്പം ഒരുമിച്ച് നിന്ന് ആ നേട്ടം നിങ്ങൾ കൊയ്യും, സന്തോഷിക്കും, ആത്മസംതൃപ്തി ഉണ്ടാവും. അടുത്തതായിട്ട് 2ാമത്തെ പൈലായ കാൽപ്പാടുകൾ 2 കാൽപ്പാടുകൾ പൈലായി സ്വീകരിച്ച വ്യക്തിയുടെ റീഡിംഗാണ് പറയുന്നത്. ആഗ്രഹം നിങ്ങൾക്ക് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് മുമ്പേ പോയവർ, നിങ്ങളുടെ മുൻഗാമികൾ, അവരും ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ ആ നേട്ടം നേടണമെന്ന്. അവരൊരു പക്ഷേ നിങ്ങളുടെ ഒപ്പം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. അവരുണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കും. അവരുടെ സ്വപ്നമാണത്. ആ നേട്ടം നിങ്ങളുടെ സ്വപ്നം, നിങ്ങളങ്ങനെ ഒരു നേട്ടം കൈവരിക്കണമെന്ന്
അവരാഗ്രഹിച്ചിരുന്നു, അവരിപ്പോഴും ആഗ്രഹിക്കുന്നു. ആ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ടാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. അവർ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും അവരെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ കാൽപ്പാടുകൾ തേടി നമ്മൾ സഞ്ചരിച്ചു. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവരുടെ കാൽപ്പാടുകൾ തേടി സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളാകാം, നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ച ആരുമാകാം, അവർ നിങ്ങളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ രാജ്യശില്പികളുണ്ട്, രാഷ്ട്രത്തെ കെട്ടിപ്പടുത്തവർ. അവരുടെ കാൽപ്പാടുകൾ തേടിയാണ് പോയത്. നമ്മുടെ നാട് തന്നെ സ്വാതന്ത്ര്യം നേടുന്നതിന് അന്നുള്ള നേട്ടമല്ല ഇപ്പോൾ നമ്മുടെ രാജ്യം കൈവരിച്ചിരിക്കുന്നത്. 10-70 വർഷം കൊണ്ട് ഈ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ ഈ രാജ്യത്തെ പടുത്തുയർത്തിയവരുടെ സ്വപ്നമായിരുന്നു. അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയി. പഴയ ഭരണാധികാരികൾ, സ്വാതന്ത്ര്യസമര സേനാനികൾ, അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ നമ്മളിലൂടെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഭാരതം ലോകത്തെ ഏറ്റവും ശക്തമായൊരു രാജ്യമാകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. പഴയ അവസ്ഥയിൽ നിന്നും രാജ്യം ഓരോ ദിനവും ലോകത്തിൻ്റെ മുമ്പിൽ മുന്നേറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മളുടെ മാത്രം കഴിവല്ല, നമുക്ക് മുമ്പേ സഞ്ചരിച്ച ആളുകളുടെ കൂടി പ്രാർത്ഥനകളും അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മളിലൂടെ അത് യാഥാർത്ഥ്യമാക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, കുടുംബം, വ്യക്തികൾ, കരിയറുകൾ, എല്ലാത്തിലും സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങളൊക്കെ കൈവരിക്കാൻ നിങ്ങളും ഞാനും ഒക്കെ ആഗ്രഹിക്കുന്നു. ഓരോ ആഗ്രഹങ്ങളും വ്യത്യസ്തമാണ്. ചിലത് വേറെ തരത്തിലുള്ള നേട്ടങ്ങളാകാം, മറ്റു തരത്തിലുള്ള നേട്ടങ്ങളാകാം. ഏത് നേട്ടങ്ങളാണെങ്കിലും നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അതിന് മുന്നേ പോയവരുടെ പ്രാർത്ഥനകളുണ്ടെന്നാണ് രണ്ടാമത്തെ പൈലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ പാത പിന്തുടർന്ന് അവർക്ക് കഴിയാത്തത് നേടുന്ന രീതിയിലേക്ക് നിങ്ങളെത്തും. നിങ്ങളുടെ മനസ്സിലുള്ള ആ പോസിറ്റീവ് എനർജിയുടെ ശക്തി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ നേട്ടം നടക്കും. ആ നേട്ടത്തിലൂടെ നിങ്ങൾ കീർത്തി നേടുകയും നിങ്ങളുടെ വ്യക്തിക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പാത പിന്തുടർന്നുകൊണ്ടോ നിങ്ങൾക്ക് പുറകെയോ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. നിങ്ങൾക്ക് മുമ്പേ പോയവരുടെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറകെ ഉള്ളവരുടെ, നിങ്ങൾക്കൊപ്പം ഉള്ളവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയാണ് നിങ്ങൾ. അങ്ങനെ ജീവിതത്തിലെ വെല്ലുവിളികളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ആ ഒരു ദൗത്യം ഉണ്ടല്ലോ, ആ ദൗത്യം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകട്ടെ. ആ ദൗത്യത്തിലൂടെ നിങ്ങൾ വിജയം കൈവരിക്കട്ടെ. ആ ദൗത്യത്തിലൂടെ നിങ്ങൾക്ക് മെച്ചമുണ്ടാകട്ടെ. ആ മെച്ചത്തിലൂടെ നിങ്ങൾ മുന്നേറണം. അത് നിങ്ങളുടെ കൂടി മെച്ചമാകണം. നിങ്ങൾക്ക് നേട്ടമുണ്ടായി നിങ്ങൾ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം. നേട്ടമാണ് നമുക്ക് വേണ്ടത്. പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നേട്ടങ്ങൾ തീർച്ചയായിട്ടും നൽകും. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കും, തീർച്ചയാണ്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ ശക്തിയുണ്ട്. നിങ്ങൾക്ക് മുമ്പേ പോയവരുടെ കാണിച്ചു തന്ന പാതയുണ്ട്, അവരുടെ ഉപദേശങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾ പോസിറ്റീവ് എനർജിയുടെ ശക്തി കൊണ്ട് ആ നേട്ടം കൈവരിക്കും, തീർച്ചയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.